നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. 2026 ജൂൺ മാസം 20-ാം തീയതി രാത്രി 11:56 കുജൻ അഥവാ ചൊവ്വ മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ കുജൻ്റെ രാശിമാറ്റത്തോടുകൂടി ചില കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നേട്ടങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത്. ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. കുജൻ ഇടവൻ രാശിയിൽ ഓഗസ്റ്റ് 2-ാം തീയതി വരെയായിരിക്കും സഞ്ചരിക്കുക. ഈ രാശിമാറ്റത്തോടുകൂടി ധൈര്യവും വീര്യവും ഊർജ്ജസ്വലതയും സഹോദര സഹായവും ഭരണ നേതൃത്വത്തിൽ മികവും ഭൂമി സ്ഥാവര വസ്തുക്കൾ സാഹസികത എന്നിവയിൽ നിന്ന് എല്ലാം തന്നെ നേട്ടങ്ങളും അനുകൂലമായിട്ടുള്ള നക്ഷത്രക്കാർക്ക് പൊതുവെ ലഭിക്കുന്നതായിരിക്കും. ചാരവശാൽ 3-ലും 6-ലും 11-ലും കൂടി സഞ്ചരിക്കുമ്പോൾ ആണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഈ രാശിമാറ്റത്തോടുകൂടി ലഭിക്കാൻ പോകുന്നത്. ആ കൂറിലെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ആദ്യം പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാർക്ക് ഈ രാശിമാറ്റത്തോടുകൂടി വളരെയധികം അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാകുവാൻ പോകുന്നത്. മീനക്കൂറുകാരുടെ 3-ാമിടത്ത് കൂടിയാണ് കുജൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 3-ാമിടത്ത് കൂടി കുജൻ ചാരവശാൽ സഞ്ചരിച്ചാൽ സ്ഥാനപ്രാപ്തിയും ധാതുദ്രവ്യപ്രാപ്തിയും ദൈവാധീനവും ധനലാഭവും ഫലങ്ങളാകുന്നു. വരുമാനത്തിൽ വർധനവുണ്ടാവും. മുടങ്ങിക്കിടക്കുന്ന പണം തിരികെ കിട്ടുന്നതായിരിക്കും. തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭ്യതയും ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനക്കയറ്റവും ലഭിക്കുവാൻ വളരെയധികം സാധ്യത കാണുന്നു. ഭൗതികമായ സുഖങ്ങളും സന്തോഷവും ലഭിക്കുന്നതായിരിക്കും. അധ്വാനിക്കുന്നതിന് തക്കതായ നേട്ടങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ആയതിനാൽ പരമാവധി ഈ ഓഗസ്റ്റ് 2-ാം തീയതി വരെ നന്നായി പ്രയത്നിക്കുക. തീർച്ചയായും അതിനുള്ള ഫലം സിദ്ധിക്കുന്നതായിരിക്കും. സാമ്പത്തികമായി നല്ല നിലവാരം പുലർത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഈ കുജൻ്റെ രാശിമാറ്റത്തോടുകൂടി. അതായത് ധനസംബന്ധമായി നല്ല സ്ഥിതിയാണ് അനുഭവത്തിൽ വരിക. മീനക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ കുജൻ്റെ രാശിമാറ്റത്തോടുകൂടി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത നക്ഷത്രക്കാർ മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരാകുന്നു. ധനുക്കൂറുകാരുടെ 6-ാമിടത്ത് കൂടിയാണ് കുജൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 6-ാമിടത്ത് കൂടി കുജൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ശത്രുക്കളിന്മേൽ വിജയവും ശത്രുക്കൾ മിത്രങ്ങളായി വരികയും ഔദ്യോഗിക മേഖലയിൽ ഉയർച്ച, രോഗങ്ങളിൽ നിന്ന് വിമുക്തി, മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം, സ്വർണലാഭം, കാര്യലാഭം, ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു. യാത്രകളിലൂടെയും സാഹസികതയിലൂടെയും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. താമ്രലാഭം സിദ്ധിക്കുന്നതായിരിക്കും. അതായത് താമ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പ് എന്നാണ് അർത്ഥം. ചെമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജയവും അതിൽ നിന്ന് ലാഭവും തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. കുജൻ 6-ാമിടത്ത് കൂടി സഞ്ചരിച്ചാൽ ന്യായമായ കാര്യങ്ങൾക്കും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ ജയം വന്നു ചേരുന്നതായിരിക്കും. ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. പ്രണയകാര്യങ്ങൾക്കും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് സംജാതമാകുന്നത്. ധനുക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ കുജൻ്റെ രാശിമാറ്റത്തോടു കൂടിയുള്ള ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് പുണർതം കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരാകുന്നു. കർക്കിടകക്കൂറുകാരുടെ 11-ാമിടത്ത് കൂടിയാണ് കുജൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 11-ാമിടത്ത് കൂടി കുജൻ ചാരവശാൽ സഞ്ചരിച്ചാൽ പല വഴികളിലൂടെ ധനലാഭവും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ സാധിക്കുകയും സമൂഹത്തിൽ ബഹുമാനവും അംഗീകാരവും വർദ്ധിക്കുകയും പൊതുവെ എല്ലാ കാര്യങ്ങളിലും വിജയവും നേട്ടവും സിദ്ധിക്കുന്നതും ഫലങ്ങളാകുന്നു. അവനവൻ്റെ കർമ്മമേഖലയിൽ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. സുഹൃത്തുക്കളെ കാണുവാനും അവരുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുവാനും സാധിക്കുന്നതായിരിക്കും. പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുവാൻ കഴിയുന്നതും അതുപോലെ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് നേട്ടങ്ങളും
ഉണ്ടാകുകയും ഫലങ്ങളാകുന്നു. അധികാര സ്ഥാനങ്ങളിൽ കയറിപ്പറ്റുവാൻ കഴിയുന്നതായിരിക്കും. ആയതിനാൽ പരമാവധി ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക. കച്ചവടക്കാർക്ക്, അതായത് ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാകുന്നു ഈ കുജൻ്റെ രാശിമാറ്റത്തോടു കൂടി ലഭിക്കുവാൻ പോകുന്നത്. ഓഗസ്റ്റ് 2 വരെ തീർച്ചയായും നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ബന്ധുജനങ്ങളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ധാരാളം സഹായ സഹകരണങ്ങൾ സിദ്ധിക്കുന്നതായിരിക്കും. ഔദ്യോഗികപരമായി നേട്ടങ്ങളും മനസ്സ് ശാന്തവും സന്തോഷപ്രദവുമായിരിക്കും. ആയതിനാൽ കർക്കിടകക്കൂറുകാർക്ക് എല്ലാവർക്കും തന്നെ ഈ കുജൻ്റെ രാശിമാറ്റത്തോടുകൂടി ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ മീനക്കൂറുകാർക്കും ധനുക്കൂറുകാർക്കും കർക്കിടകക്കൂറുകാർക്കുമാണ് ഈ കുജൻ്റെ രാശിമാറ്റത്തോടുകൂടി നേട്ടങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.